ഞാൻ മുല്ലത്തടം ഡാലിമുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുരം. ഇന്നലെ എൻ്റെ മകനെ അപ്പോൾ താമസിച്ചാണ് വന്നത്. അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു 5-6 പ്രാവശ്യം അവന് ഫോൺ ചെയ്തു, നീ എവിടാ, നീ എപ്പോൾ വരും എന്ന് പറഞ്ഞു. അവനെ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം എൻ്റെ നേരെ അങ്ങ് ചൂടായി. പപ്പായ എന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എവിടെ പോകുന്നത്, പിന്നെന്തിനാ പപ്പായ വിളിച്ചു ചോദിച്ചു എവിടെ പോന്നു, എങ്ങോട്ട് പോയി, എന്തെടുക്കുക, നീ എപ്പം വരും. ഇത് എൻ്റേത് മാത്രമായുള്ള ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോയിലൂടെ ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ പുറത്ത് പോകുമ്പം, പ്രിയ മക്കളെ, എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കണം. മക്കളൊക്കെ പുറത്ത് പോകുമ്പം അപ്പൻ നീ എവിടാ, ആരുടെ കൂടാ, നീ എന്തെടുക്കുക, നീ എപ്പോൾ വരും എന്നൊക്കെ ഈ അപ്പന്മാര്, പിതാക്കന്മാര്, പപ്പ ചോദിക്കുന്നത് അവരെവിടെയാണെന്നും എങ്ങനെയാണെന്നും അവരെപ്പറ്റി ഒരു അന്വേഷണം നടത്തുകയല്ല ഈ ചോദിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ ഉദ്ദേശം. നീ സേഫ് ആണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് അപ്പൻ ഇത് ചോദിക്കുന്നത്. തെറ്റായ കൂട്ടുകെട്ടുകളിലോ അതുപോലെയുള്ള കൂട്ടുകെട്ടിൽ മാത്രമല്ല, അതുപോലുള്ളവരുടെ കൂടെ ആണെങ്കിൽ അത് നിന്റെ ഭാവിയെ ബാധിക്കുമെന്നും ഉള്ള ഒരു തോന്നൽ കൊണ്ടാണ് അപ്പന്മാരിത് ചെയ്യും. അല്ലാതെ ഞാൻ എവിടാണെന്ന് പപ്പ രഹസ്യാന്വേഷണം നടത്തുക, ഞാൻ എൻ്റെ കൂടാരാ, ഞാൻ അങ്ങനെ പോന്നു, പപ്പായ്ക്ക് എന്നെ വിശ്വാസമില്ല, ഇങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രായമുള്ളവർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അവൻ സേഫാണ്, അവൻ സേഫാണ്, അത്രമാത്രം. അതിലുപരിയായി ഒന്നും ഒരപ്പൻ ഇങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. ഇതാണ് നഗ്നമായ സത്യം. അമ്മമാരും ചോദിക്കും വരുമ്പം, നീ വല്ലതും കഴിച്ചോ, നീ വല്ലതും കഴിച്ചോ, നീ എന്തോ കഴിച്ചു, എവിടുന്ന് കഴിച്ചു, എങ്ങനെ കഴിച്ചു, നിനക്കൊന്നും വേണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ മകൻ വിശന്നിരിക്കരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പോഴും ഈ മക്കൾ ഒരു 10-22 വയസ്സ് വരെയുള്ള മക്കൾക്കായുള്ള ഈ കുഴപ്പമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം മക്കൾ ഓർക്കുന്നു, അമ്മയ്ക്ക് ഞാൻ എവിടുന്ന് കഴിച്ചെന്നറിയിക്കണം, എവിടെ ആയിരുന്നെന്നറിയണം. പൊന്നും മക്കളെ, നിങ്ങളിൽ അവരുടെ ഭാവിയെ കാണുന്നത് കൊണ്ടാണ് അപ്പന്മാരൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്, അമ്മമാർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം നിങ്ങൾ സുഖത്തിൽ ജീവിക്കുന്നവരാ. ഒരു 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 വീട്ടിൽ അപ്പനെന്ന് പറഞ്ഞാൽ ഒരു ഫാൻ പോലെയാണ്. ഫാൻ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഈ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന നീ തണുപ്പെന്തെന്നറിയുന്നില്ല, ചൂട് എന്തെന്നൊന്നും അറിയുന്നില്ല. കാരണം ആ ഫാൻ അവിടെ കറങ്ങുന്നുണ്ട്. നീ എപ്പോഴെങ്കിലും, പ്രിയ മക്കളെ, നീ ആ ഫാനിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊരു ഫാൻ, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നീ തണുപ്പും ചൂടും മറ്റുള്ള കാലാവസ്ഥകളും ഒന്നും അറിയുന്നില്ല. അതാണ് ഒരപ്പനെന്ന് പറഞ്ഞ. അവൻ ജീവിക്കുന്നത് പോലും ഈ മക്കൾക്ക് വേണ്ടിയാണ്. നാളെയുടെ വാഗ്ദാനം, അല്ലെങ്കിൽ നാളെ എനിക്കെന്തെങ്കിലും പറ്റുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി നീയാണെന്നുള്ള ഒരു ഓർമ്മ കൊണ്ടാണ് അപ്പന്മാരൊക്കെ മക്കളെ പറ്റി ചിന്തിക്കുന്നതും ചിന്താകുലപ്പെടുന്നതും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. നീ എവിടാടാ, നീ എപ്പോൾ വരും, നീ എന്തെടുക്കുക, ആരുടെ കൂടാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, കണ്ടോ കണ്ടോ, എൻ്റെ അപ്പൻ അങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പം, ഇങ്ങോട്ട് തിരിഞ്ഞാലും കുഴപ്പം, നീ ആരുടെ കൂടെ, എവിടെ, എപ്പോൾ വരും, എങ്ങനെ വരും, എനിക്കൊരു സ്വാതന്ത്ര്യമൊന്നുമില്ല, ഞാനും മനുഷ്യല്ലേ. ഇവരിങ്ങനാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരപ്പൻ ചിന്തിക്കുന്നത്, പൊന്നു മക്കളെ, നീ ആരെന്നോ, എവിടെന്നോ, എങ്ങനെ പോയെന്നോ, നിൻ്റെ കൂടെ ആരെന്നോ അന്വേഷിച്ച് ഒരു രഹസ്യാന്വേഷണം നടത്തുക എന്നുള്ളതല്ല, നീ സേഫാണോ എന്നറിയാൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞില്ലേ, അമ്മയെ അതുപോലെ തന്നെയാണ്. അമ്മയെന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ് പോലെയാടാ. ഉപ്പ്, വീട്ടിൽ ഉപ്പില്ലേ, ഒരു ഉപ്പ് പോലെ. കറിക്കകത്തൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ആ ഉപ്പില്ലെങ്കിലുണ്ടല്ലോ രുചിയുമില്ല. അതാ അമ്മ. അമ്മയൊരു ഉപ്പാണ്. അത് കറിക്കെന്ന് മാത്രമല്ല, ദോശമാവിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉപ്പ് ആവശ്യമുള്ളിടത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിനെ ആർക്കും കാണാനൊക്കില്ല. പക്ഷെ ഒരു ഉപ്പ് പോലെ അമ്മ. ആ അമ്മയെന്ന് പറയുന്നതുണ്ടല്ലോ, അത് ആ വാക്ക് പോലും ഒരു മന്ത്രമാണ്. അമ്മയുടെ മടിയിലൊന്ന് ചുമ്മാ കിടന്നാൽ മതി, എത്ര ടെൻഷൻ ഉള്ളവൻ്റെയും ടെൻഷൻ മാറി കിട്ടും. ഈ അപ്പനും അമ്മയൊക്കെ പറയുമ്പം
വഴക്ക് പറയുമ്പോഴാണെങ്കിലും പിള്ളേരൊക്കെ ഇന്നത്തെ കാലത്ത് നെഗറ്റീവായിട്ടാണ് അത് കാണുന്നതും കണ്ടെടുക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷെ അപ്പനും അമ്മയും ഒക്കെ മക്കളെ നാളെ എനിക്ക് ഒരു കിടപ്പായി പോയെങ്കിൽ, ഞാൻ കിടപ്പായി പോയെങ്കിൽ എന്നെ ഇവർ നോക്കേണ്ടവരാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ തലമുറ ഇവരിലാണല്ലോ, എൻ്റെ സ്വപ്നങ്ങൾ ഇവരിലാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് മക്കളോട് സാധാരണ ഇങ്ങനെ അപ്പനും അമ്മയും പറയാറുള്ളത്. പക്ഷെ മക്കൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് നഗ്നമായ ഒരു സത്യമാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ നിങ്ങളോട് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അപ്പനും അമ്മയ്ക്കും നിങ്ങളെപ്പറ്റി ഒത്തിരി പ്രതീക്ഷകളുണ്ട്. നിങ്ങൾ തെറ്റായ മാർഗത്തിൽ പോകരുത് എന്നുള്ളത് കണ്ട്. ഒരു പശുവിനെയൊക്കെ കെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കയർ കൊണ്ട് കെട്ടുമ്പോൾ വെറും വെറും അര ഇഞ്ചോ അല്ലെങ്കിൽ 2 അടി കയർ കൊണ്ട് ആരെങ്കിലും പശുവിനെ കെട്ടിയിടുമോ? കാരണം അതിന് തിരിയാനൊക്കത്തില്ല. നിങ്ങളൊരു 5 അടിയോ 10 അടിയോ കൊണ്ട് നീളമുള്ള കയർ കൊണ്ട് കെട്ടിയിടും. അതിന് ആ ചുറ്റളവിൽ നിന്ന് പുല്ല് തിന്നുകയൊക്കെ ചെയ്യും. പക്ഷേ ഏതെങ്കിലും പശുവിനെ ഒരു ഒരു 500 അടി നീളമുള്ള കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ടോ? അതെവിടെയെങ്കിലും പോയി തീരും. അതെവിടെയെങ്കിലും പോയി കുഴി ചാടുകയോ തോന്നിയ പറമ്പിൽ കയറുകയോ കയാലപ്പുറത്ത് ചാടിക്കയറുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഈ വ്യത്യാസം തന്നെയാണ്. ഈ വ്യത്യാസം തന്നെയാണ് മക്കളെ വളർത്തുമ്പം എൻ്റെ അപ്പനമ്മമാർ ഒരു കയർ കൊണ്ട് കെട്ടുമ്പോൾ അതിനൊരു നീളവും ഒരളവും വെക്കുന്നത്. അളവിനുള്ളിൽ നിർത്താൻ മക്കളെ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പനുള്ളിടത്തോളം കാലം മക്കൾ അറിയുന്നില്ല അപ്പൻ എന്താണെന്ന്. അപ്പൻ്റെ സുഖങ്ങളും സ്വപ്നങ്ങളും എല്ലാം ത്യജിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. സുഖത്തിലാണ് ആൺമക്കളെ കൊണ്ട് ആവശ്യം. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, സുഖത്തിലാണ്, സുഖമായിരിക്കുന്ന സമയത്താണ്, സന്തോഷമുള്ള സമയത്താണ് ആൺമക്കളുടെ ഉപകാരം. അപ്പനും അമ്മയ്ക്കും ആൺമക്കളെ വേണ്ടിയതും ഈ സുഖകരമായ നല്ല അവസരത്തിൽ. ദുഃഖമുള്ള സമയത്തുണ്ടല്ലോ, ആര് വന്നില്ലേലും മകൾ ഓടി വരും. ദുഃഖ സമയത്ത് താങ്ങാൻ, തണലാകാൻ എന്നും ഒരു മകളുണ്ടായിരിക്കും. സംശയമൊന്നും വേണ്ട. ആമ്പിള്ളാരിലേലും ഏതപ്പനോടും ചോദിച്ചു ദുഃഖ സമയത്ത് ആദ്യം ഓടി വരുന്നത് മകനേക്കാൾ മുൻപിൽ മകളായിരിക്കും. അതുകൊണ്ട് സന്തോഷ സമയത്ത് മകൻ, ആൺമക്കൾ അപ്പനോടും അമ്മയോടും കൂടുതൽ സഹകരിക്കുക, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക. അപ്പന്മാരും മക്കളോട് ചോദിക്കുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഡൈല്യൂട്ടായിട്ടിടുക. നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ വളർത്തി വരുമ്പോൾ കണ്ടില്ലേ, വളരെ അങ്ങോട്ട് പോരുത്, അവിടെ കുഴിയാണ്, വീഴും. അഥവാ കുഴിയിലെങ്ങാനും വീണ് പോയെങ്കിൽ എന്നോട് ഞാൻ പറഞ്ഞില്ലാണ്ട് അവിടെ വീഴുമെന്ന് ചാടിക്കും എന്ന് പറഞ്ഞ് 2 ചാടിക്കത് ഇല്ലേ. അതുപോലെ തന്നെ മക്കൾ സൈക്കിൾ കയറ്റം പഠിക്കാൻ പോയിരിക്കട്ടോ, ഇപ്പോൾ പഠിക്കരുത്, അങ്ങനെ ചാടരുത്, നീ കണ്ടില്ലേ, നീ കണ്ടോ, നീ ചാടിയില്ലേ, നീ വീണില്ലേ എന്ന് പറഞ്ഞ് വഴക്ക് വരുന്നതിന് പകരം അവരെ ഒന്ന് ചേർത്ത് നിർത്തി പോട്ടട എന്നൊന്ന് പിടിച്ചു നോക്കി, അവരെ ഒന്ന് കൂടെ നിർത്തി നോക്കിയ, തോളത്തൊന്ന് കൈയിട്ട് നോക്കി, ചെള്ളയ്ക്കൊന്ന് തട്ടി നോക്കി, ഒരു ഉമ്മയൊന്ന് കൊടുത്ത് നോക്കി, സാന്ത്വനപ്പെടുത്തി നോക്കി. അവരുടെ ഉള്ളിൻ്റെ വികാരം അന്ന് തൊട്ട് ഉടലെടുക്കും. എൻ്റെ അപ്പൻ ഏത് സമയത്തും എന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതിനും പകരം കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം കൂടെ വഴക്കുണ്ടാക്കാൻ പോയാൽ, ദേഷ്യപ്പെടാൻ തുടങ്ങിയാൽ മക്കളും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കും. അതുകൊണ്ട് മക്കളോട് ഇടപെടുന്ന രീതി ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. തിരിച്ച് പ്രിയപ്പെട്ട മക്കളെ, തെറ്റാകാം, ശരിയാകാം. കാരണം ഈ അപ്പന് അങ്ങനെ ഒരു അപ്പനാകാനേ ആവൂ. കാരണം അത് നിൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ക്ഷമിക്കുക, സഹിക്കുക, ഒറ്റ വാക്കിൽ ഓർക്കുക, അതെൻ്റെ അപ്പനാണ്. അങ്ങനെ നീ ഓർത്താൽ സ്വർഗം കുനിഞ്ഞു വരും, നീ അനുഗ്രഹിക്കപ്പെടും. സ്വർഗം കുനിഞ്ഞു വരും. നിൻ്റെ അപ്പനെയും അമ്മയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ എന്തും ആകട്ടെ, മാനിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ, അവരുടെ വാക്കുകൾക്ക് അംഗീകാരം കൊടുത്താൽ സ്വർഗം കുനിഞ്ഞു വരും, നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുല്ലത്തറ മുക്കാഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.